നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. റവന്യൂ ജില്ലാ സ്കൂൾ കായികോത്സവത്തിന് തുടക്കമായി. കായികമേളയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി കുന്നംകുളം സിന്തറ്റിക് ഗ്രൗണ്ടിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ടോണി ചേരുന്നു. ടോണി, ഇപ്പോൾ കായികമേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. രാവിലെ കൃത്യസമയത്ത് തന്നെ മത്സരങ്ങൾ തുടങ്ങാനായോ? ഇന്ന് ഏതൊക്കെ വിഭാഗത്തിലാണ് മത്സരങ്ങൾ? ആരംഭിക്കാൻ സാധിച്ചു. രാവിലെ 8:30 ഇൻക്ലൂസീവ് വിഭാഗത്തിന്റെ, അതായത് ഭിന്നശേഷി വിഭാഗത്തിന്റെ, പരിമിതികളുള്ള വിഭാഗത്തിന്റെ 100 മീറ്റർ ഓട്ട മത്സരത്തോടു കൂടിയാണ് ട്രാക്ക് ഉണർന്നത്. കൃത്യസമയത്ത് മത്സരങ്ങൾ ആരംഭിക്കാൻ സാധിച്ചു. അല്പസമയം മുമ്പ് കായികോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം കഴിഞ്ഞു. സിന്തറ്റിക് ട്രാക്കിൽ ഒരുക്കിയ വേദിയിൽ കുന്നംകുളം MLA AC മൊയ്തീനാണ് കായികോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DDO PM ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അത്തരത്തിൽ ജനപ്രതിനിധികൾ, അധ്യാപക സംഘടനാ പ്രതിനിധികൾ, PTA ഭാരവാഹികൾ തുടങ്ങിയവരെല്ലാം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. 12 ഉപജില്ലകളിൽ നിന്നായി 3600ഓളം കായിക വിദ്യാർത്ഥികളാണ് വിവിധ ഇനങ്ങളിലായി മാറ്റിയിരിക്കുന്നത്. ആകെ 98 ഇനങ്ങളിലാണ് മത്സരം നടക്കുന്നത്. ഇന്ന് ട്രാക്കിലും ഫീൽഡിലും ഏകദേശം 50ഓളം ഇനങ്ങളിൽ മത്സരമുണ്ട്. ഇന്ന് പ്രധാനമായും ഹീറ്റ് മത്സരങ്ങളാണ് ഉച്ചവരെ നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം ചില ഫൈനലുകളുണ്ട്. ഇപ്പോൾ ഹീറ്റ് മത്സരങ്ങൾ ട്രാക്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഉപജില്ലാ കായികമേളകൾ 12 ഉപജില്ലകളിലെയും കായികമേളകൾ നടക്കുമ്പോൾ കായിക അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം, അവർ നിസ്സഹകരണ സമരം ഉണ്ടായിരുന്നു. 12 ഉപജില്ലകളിലും, പ്രത്യേകിച്ച് തൃശൂർ ഈസ്റ്റ് പോലെയുള്ള ഉപജില്ലകളിലെല്ലാം മത്സരങ്ങൾ താളം തെറ്റിയാണ് നടന്നിരുന്നത്. ഭാഷാധ്യാപകരെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് മത്സരം നടത്തിപ്പ് ഉണ്ടായിരുന്നത്. തസ്തിക നിർണയത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് സംസ്ഥാനത്തെ കായിക അധ്യാപകർ ഈ അധ്യയന വർഷ തുടക്കം മുതൽ തന്നെ അവർ സമരത്തിലാണ്. പക്ഷേ കായിക മത്സരങ്ങളാകുമ്പോൾ അല്പം കൂടി സമരം അവർ കടുപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. മത്സരങ്ങൾ സമ്പൂർണ്ണമായി നിസ്സഹകരിക്കുന്ന സാഹചര്യമാണ്. 12 ഉപജില്ലകൾ, കുന്നംകുളം ഒഴിച്ചുള്ള 13 ഉപജില്ലകളിലെ മത്സരങ്ങൾ വളരെ പ്രതിസന്ധികൾക്കൊടുവിലാണ് നടന്നത് എന്ന് എടുത്തു പറയാൻ വയ്യ. ഇന്ന് ജില്ലാ കായികോത്സവ സംയുക്ത കായിക അധ്യാപക സംഘടനയുടെ നേതൃത്വത്തിൽ ട്രാക്കിൽ സമരം നടന്നു. മുദ്രാവാക്യം തങ്ങളുടെ ആവശ്യങ്ങൾ അവർ ഉന്നയിച്ച് സമരം നടത്തി. പക്ഷേ നമ്മൾ വാർത്താ സമ്മേളനത്തിലെല്ലാം AC മൊയ്തീൻ പറഞ്ഞതുപോലെ അവരവരുടെ ആവശ്യങ്ങൾ ജനാധിപത്യപരമായി സമരത്തെ കായികോത്സവത്തിലും ബാധിക്കാത്ത രീതിയിൽ അവരുടെ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് ഭാരവാഹികൾ പറഞ്ഞത്. നമ്മോട് സംസാരിക്കുന്ന തോന്നുന്നു സംഘടനക്ക് അവർ വാർത്തകളിലേക്ക് നമുക്ക് കടന്നുവരാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അവർ ഈ കായികോത്സവത്തിൽ പങ്കെടുക്കുന്ന സമയം അവർ അവരുടെ സമരം, അവരുടെ പ്രതിഷേധത്തിലുമാണ്. ഏകദേശം 12ഓളം കായിക അധ്യാപകർ ഇവിടെ വിവിധ ഇടങ്ങളിലായി നിരാഹാര സമരം നടത്തുന്നുമുണ്ട്. അല്പ സമയം മുമ്പ് സംസാരിക്കുന്ന സമയത്ത് AC മൊയ്തീൻ ഇക്കാര്യത്തിൽ കൃത്യമായ പ്രതികരണം നടത്തിയിട്ടുണ്ടായി. സമരം നടത്തിയാലും ജില്ലാ കായികോത്സവത്തെ അത് ഇത്തരത്തിലും ബാധിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും കായികോത്സവം തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു, മഴയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നാൽ മഴ ലാൻഡ്സ്ലൈഡൊന്നുമില്ല. ആകാശം തെളിഞ്ഞ് പ്രസന്നമായ അന്തരീക്ഷത്തിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. 12 ഉപജില്ലകളിലും നടന്ന മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കുട്ടികളാണ് ഒരു ജില്ലാ കായികോത്സവത്തിൽ വന്നിരിക്കുന്നത്. അതിനുശേഷം 22-ാം തീയതി സംസ്ഥാന കായികമേള തിരുവനന്തപുരത്ത് നടക്കുന്നു. അതിന് മുന്നേ തൃശൂർ ജില്ലയിലെ കായിക ശക്തി വെളിവാക്കുന്ന പ്രകടനങ്ങളാണ് ഈ 3 ദിവസങ്ങൾ ഉണ്ടാവുക. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും സംഘാടകർ പൂർത്തിയാക്കിയിട്ടുണ്ട്. കാര്യമായ അപാകതകളോ പരാതികളോ ഒന്നില്ലാതെ തന്നെയാണ് ഇവിടെ പ്രവർത്തനം നടക്കുന്നത്. മെഡിക്കൽ ആംബുലൻസ് ടീമുകളെല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. വരുന്ന കായിക വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒഫീഷ്യൽസിനുമെല്ലാം ഭക്ഷണം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യമറ്റ രീതിയിലുള്ള സംഘടനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിസ്സഹരണം, കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമരം ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള പ്രശ്നങ്ങളും തന്നെയില്ല. ഈ മത്സരങ്ങൾ ട്രാക്കിൽ പുരോഗമിക്കുകയാണ്. കായികോത്സവ നഗരിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി ടോണി. കായികോത്സവ നഗരിയിൽ തസ്തിക നിർണയവുമായി ബന്ധപ്പെട്ട് സംയുക്ത കായിക അധ്യാപക സംഘടനകളുടെ പ്രതിഷേധ സമരം. മുദ്രാവാക്യം വിളികളോടെയായിരുന്നു സമരം. കായികമേളയുമായി തങ്ങൾ സഹകരിക്കുമെന്നും അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്നതുവരെ സമരം തുടരുമെന്നും സംയുക്ത കായിക അധ്യാപക സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു.
ശ്രദ്ധിക്കുക, ജൂനിയർ വിഭാഗം ആൺകുട്ടികളുടെ 800 മീറ്റർ മത്സരത്തിൽ പങ്കെടുത്തു. കായിക അധ്യാപകരുടെ നിസ്സഹകരണ സമര ഭീഷണിക്ക് നടുവിലാണ് കുന്നംകുളത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കായികോത്സവം തുടക്കമായത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 12 ഉപജില്ലകളിലെയും കായിക മേളകളിൽ പലയിടത്തും പല തർക്കങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇവരുടെ ആവശ്യങ്ങൾ ഇവർ പറയും. എന്താണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ? കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കായികാധ്യാപകരെല്ലാം തന്നെ ഈ വെക്കേഷൻ ട്രെയിനിങ്ങിലൂടെ കുട്ടികളെ ഈ ഒരു കായികമേളയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തങ്ങളുടെ കുട്ടികളോടൊപ്പം കായികാധ്യാപകർ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി തങ്ങളുടെ കുട്ടികൾ നല്ല പെർഫോമൻസ് ഈ കായികമേളയിൽ ഉണ്ടാക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി സബ് ജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും മികച്ച വിജയം ഇവർക്ക് കൊണ്ടുവരാൻ സാധിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് എല്ലാ കായികാധ്യാപകരും ഇവിടെ അണിനിരന്നിട്ടുള്ളത്. ഇതൊരു സമരമല്ല, ഇതൊരു സമരമുറയല്ല. ഇത് മേളകൾ നടത്തിക്കൊടുക്കുന്നതിൽ നിന്നും കായികാധ്യാപകർ ഒന്ന് വിട്ടുനിന്നുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ നൽകുക മാത്രമാണ് ചെയ്യുന്നത്. കേരളത്തിൽ 40 ലക്ഷത്തോളം കുട്ടികൾ ഉണ്ടായിരിക്കെ ആകെ 1600ഓളം കായികാധ്യാപകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. പലരുടെയും തസ്തിക നഷ്ടപ്പെട്ടുകൊണ്ട് വംശനാശം സംഭവിക്കുന്ന ജീവികളെ പോലെ കായികാധ്യാപകർ മാറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കായികമേളയിൽ നടക്കുന്നത് ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. നിർഭാഗ്യവശാൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു കായികാധ്യാപകൻ പോലുമില്ല, മരുന്നിന് പോലുമില്ല. LP തലത്തിൽ നമുക്കറിയാം, ഗ്രാസ് റൂട്ട് ലെവലിലാണ് ഏറ്റവും കൂടുതൽ പരിശീലനം കുട്ടികൾക്ക് ലഭ്യമാകേണ്ടതും അവരെ അവിടെ നിന്നാണ് നമ്മൾ അവരുടെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരേണ്ടതും. എന്തുകൊണ്ടോ അവിടെയും ഒരു കായിക പരിശീലനത്തിനുള്ള സൗകര്യമില്ല. ഇവർക്കെല്ലാം കായിക പരിശീലനത്തിനുള്ള അവസരങ്ങൾ ഉണ്ടാകണം. അവിടെയെല്ലാം നല്ല മികച്ച കായികാധ്യാപകർ ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടെയും ആവേശത്തോടെയുമാണ് കായിക അധ്യാപകർ ഈ മേള നടത്തിപ്പിൽ നിന്നും ഒന്ന് മാറി നിൽക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെയുള്ള എല്ലാ കായിക അധ്യാപകരും നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളെയും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. സബ് ജില്ലാ തലത്തിൽ കരുത്തുറ്റ പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ കുട്ടികളെ കൂടെ നിൽക്കുവാനാണ് ഓരോ കായിക അധ്യാപകരും ഇവിടെ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് നിർബന്ധിതമായിട്ടുള്ള ഡ്യൂട്ടി നൽകിക്കൊണ്ട് നിങ്ങളുടെ കുട്ടികളോടൊപ്പമല്ല ഈ മേളയോടൊപ്പമാണ് നിൽക്കേണ്ടതെന്ന് പറയുന്നത്. എന്താ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുട്ടികളുടെ ഒപ്പം നിൽക്കണ്ടേ? ഇത് ഒരു പൊതുസമൂഹത്തിന്റെ ആവശ്യമായി ഉയർന്നു വരേണ്ട ഒരു കാര്യമാണ്. കാരണം എല്ലാ കുട്ടികൾക്കും നിർബന്ധിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പോലെ നല്ല ആരോഗ്യമുള്ള ഒരു തലമുറ ഉണ്ടാകുന്നതിന് നിർബന്ധിതമായിട്ടുള്ള കായിക പരിശീലനവും കായിക വിദ്യാഭ്യാസവും ആവശ്യമാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവർ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വാഗ്ദാനങ്ങൾക്ക് യാതൊരു കുറവുമില്ല. ഇന്ന് ശരിയാകും, നാളെ ശരിയാകും എന്ന് പറഞ്ഞുകൊണ്ട് 2011 മുതൽ കേട്ടു തുടങ്ങിയ അല്ലെങ്കിൽ കേട്ട് തഴമ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 500 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കായിക അധ്യാപക തസ്തിക ഉള്ളത്. 499 പേരാണെങ്കിൽ അവിടെ കായിക അധ്യാപക തസ്തിക നിലനിൽക്കുന്നില്ല. എന്താ, 409 കുട്ടികളുള്ള സ്കൂളിൽ കായിക അധ്യാപകൻ വേണ്ടേ? അവർക്ക് കായിക പരിശീലനം വേണ്ടേ? ഇതൊക്കെയാണ് ഞങ്ങൾ ഉയർത്തുന്ന ചോദ്യങ്ങൾ. ഹൈസ്കൂളിൽ ഈ കായികമേള തടയുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു നയമേ അല്ല. ഞങ്ങളുടെ കുട്ടികളുടെ കൂടെ കുട്ടികൾക്ക് മികച്ച രീതിയിലുള്ള ഒരു പിന്തുണ നൽകിക്കൊണ്ട് അവരെ നല്ല രീതിയിലേക്ക് സംസ്ഥാന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ടാണ് ഇവിടെയുള്ള എല്ലാ കായിക അധ്യാപകരുടെയും ആവശ്യവും. അപ്പോൾ ഈ ആവശ്യത്തിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇത് പ്രതിഷേധമാണ്, ഇതൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. അധികാരികളുടെ കണ്ണു തുറക്കാനായിട്ട് ഈ ഒരു വിട്ടുനിൽക്കൽ കാരണമാകുന്നു എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയം. റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ സീനിയർ ഗ്രൗണ്ടിലെ സിന്തറ്റിക് ട്രാക്കിൽ തുടക്കമായി. ചാവക്കാട് DO T രാധ മേളയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് പതാക ഉയർത്തി. തുടർന്ന് നടന്ന ഉദ്ഘാടന പൊതുസമ്മേളനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ DDE PM ബാലകൃഷ്ണൻ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, കുന്നംകുളം AEO മൊയ്തീൻ, മറ്റ് സംഘടനാ പ്രതിനിധികൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കാഴ്ച പരിമിതിയുള്ള അണ്ടർ 14, 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ പെൺ വിഭാഗം കുട്ടികളുടെ 100 മീറ്റർ ഓട്ട മത്സരത്തോടെയാണ് മത്സരങ്ങൾ ആരംഭിച്ചത്. അണ്ടർ 14 ആൺകുട്ടികളുടെ വിഭാഗത്തിൽ വാടാനപ്പള്ളി KNM VHSSലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ ദിബിൻ ദേവ് KD ഗോൾഡ് മെഡൽ നേടി. സഹപാഠി VR ശ്രീഹരി ഗൈഡ് റണ്ണറായി. അണ്ടർ 14 പെൺകുട്ടികളുടെ വിഭാഗത്തിൽ അന്തിക്കാട് BRCയിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ PS അഭിനന്ദ് ഗോൾഡ് മെഡൽ നേടി. പെരിങ്ങോട്ടുകര GHSSലെ പ്രിയങ്ക പ്രതീഷ് ഗൈഡ് റണ്ണറായി. 14 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എരുമപ്പെട്ടി GHS സ്കൂളിലെ +2 ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥി ES സച്ചിൻ സ്വർണം നേടി.
സഹപാഠി CB വിഷ്ണു ഗൈഡ് റണ്ണറായി. പെൺകുട്ടികളുടെ വിഭാഗത്തിൽ കൊടകര GHSലെ ഏഞ്ചൽ മരിയ ഷിജു സ്വർണം കരസ്ഥമാക്കി. സഹപാഠി ലാവണ്യ ഗൈഡ് റണ്ണറായി. സാധ്യതകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. അഖിലേന്ത്യാ മത്സരങ്ങളിലും മറ്റു മത്സരങ്ങളിലുമെല്ലാം കേരളത്തിലെ കായിക പ്രതിഭകൾ അഭിമാനാർഹമായ വിജയം നേടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സംസ്ഥാന സർക്കാർ അതിനാവശ്യമായ പ്രോത്സാഹനം കായിക വകുപ്പ് വഴി ജോലി നൽകുന്ന കാര്യത്തിൽ ഉൾപ്പെടെ മറ്റൊരു കാലത്തും ഇല്ലാത്ത രീതിയിലുള്ള മാതൃകാപരമായ സംവിധാനം കേരളത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കായിക താരങ്ങൾക്ക് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ പോലീസിൽ ഉൾപ്പെടെ ജോലി കൊടുത്തത് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. മുഖ്യമന്ത്രി താല്പര്യപ്പെടുന്ന 1% ആകെ നിയമനത്തിൻ്റെ 1% കായിക താരങ്ങൾക്ക് നൽകണം എന്ന രീതിയിലുള്ള ആലോചനയാണ് ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കുന്നംകുളം സിന്തറ്റിക് ട്രാക്ക് സ്റ്റേഡിയത്തിന്റെ അവശേഷിക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ കൂടി സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്ന് മുൻ കായിക മന്ത്രിയും നിലവിൽ MLAയുമായ AC മൊയ്തീൻ പറഞ്ഞു. കായിക അധ്യാപകരുടെ സമരം കായികമേളയെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. CCTVയോട് സംസാരിക്കുകയായിരുന്നു MLA. ജില്ലയിലെ ഏറ്റവും മികച്ച സിന്തറ്റിക് ട്രാക്കുകളിലൊന്നാണ് കുന്നംകുളത്തുള്ളത്. ശ്രീ AC മൊയ്തീൻ കായിക മന്ത്രി ആയിരിക്കുന്ന സമയത്താണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ രീതിയിൽ എത്തിച്ചേർന്നത്. ഇനിയും നിർമ്മാണ പ്രവർത്തികൾ പലതും പൂർത്തീകരിക്കാനുണ്ട്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. അതോടെ ചോദിക്കാം, ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും? തൃശ്ശൂർ സ്പോർട്സ് ഡിവിഷൻ കുന്നംകുളത്ത് ആരംഭിച്ചതിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം 100-ലധികം കുട്ടികൾ സ്കൂളിലുണ്ട്. അവരുടെ ഹോസ്റ്റൽ കെട്ടിടം ഇൻഡോർ സ്റ്റേഡിയത്തിന് സമീപം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ രാത്രിയിൽ കൂടി മത്സരം നടത്തണമെങ്കിൽ ഫ്ലഡ് ലൈറ്റ് വേണം. അതിനിപ്പോൾ 2 കോടി രൂപ അനുവദിച്ചു. ഇന്നലെ അതിൻ്റെ എസ്റ്റിമേറ്റൊക്കെ എടുക്കാൻ സ്പോർട്സ് എഞ്ചിനീയർമാർ വന്നിരുന്നു. അത് പൂർത്തീകരിക്കും. ജനറേറ്റർ സഹിതമാണ്. പിന്നെ വരുന്ന ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള പ്രാഥമിക കാര്യങ്ങൾക്കുള്ള സൗകര്യക്കുറവുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വരും. പിന്നെ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏറെക്കുറെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും ഇനി കൂടുതലായി വേണ്ടി വരുന്ന കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ദേശീയ മത്സരങ്ങൾ ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രീതിയിൽ സ്റ്റേഡിയം തയ്യാറായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ ഒരു ക്രമീകരണം ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൂടി ഗൗരവപൂർവ്വം പരിപാലനം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിൻ്റെ കാര്യത്തിൽ ഗൗരവപ്പെട്ട ഇടപെടലുണ്ടാവും. നീന്തൽക്കുളം അപ്പുറത്തെ ഭാഗത്തുള്ള ഇരിപ്പിടം അത്തരം കാര്യങ്ങളിലേക്ക് അതെ, അതാണ് ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അപ്പുറത്തെ ഭാഗത്താണ് നീന്തൽക്കുളത്തിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അടുത്ത വർഷത്തെ ബഡ്ജറ്റിൽ അത് ഉണ്ടാവുള്ളൂ. ഈ വർഷത്തെ ബഡ്ജറ്റിൽ വരില്ല. പിന്നെ ഇരിപ്പിടത്തിന് വേണ്ടിയുള്ള ഗാലറി അത് അടിയന്തരമായി അപ്പുറത്തെ സൈഡിൽ കൂടി പൂർണ്ണമായ അർത്ഥത്തിലല്ലെങ്കിലും കുറേ പേർക്ക് കൂടിയിരിക്കാൻ കഴിയുന്ന രീതിയിൽ അപ്പുറത്ത് ചെയ്യും. അതിന്റെ പ്രാഥമിക കാര്യം കഴിഞ്ഞിട്ടുണ്ട്. എസ്റ്റിമേറ്റ് എടുത്ത് പോയിട്ടുണ്ട്. അതിന്റെ പണം അവിടെ ഇല്ലാച്ചെങ്കിൽ MLA ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും കൊടുത്തയച്ച് ചെയ്യിക്കും. അതുപോലെ തന്നെ ഈ ഗാലറിക്ക് കവറിടാൻ ഇപ്പോൾ അത് താൽക്കാലിക പന്തലാണ്. മഴ കൊള്ളാതെയും വെയിൽ കൊള്ളാതെയും ഇരിക്കാൻ വേണ്ടി ഇപ്പോൾ ഉള്ള ഗാലറിക്ക് മുകളിൽ കവർ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തസ്തികതകളുമായി ബന്ധപ്പെട്ട് കായിക അധ്യാപകരുടെ വലിയ പ്രതിഷേധവും സമരമൊക്കെ കഴിഞ്ഞ 12 ഉപജില്ലകളുടെ കായികമേളയിൽ നിറം കെടുത്തിയിരുന്നു. ഇവിടെ കാര്യമായ പ്രശ്നങ്ങളില്ലെങ്കിൽ പോലും തുടക്കത്തിൽ അവർ പ്രതിഷേധ മാർച്ചും സമരമായി മുന്നോട്ട് വന്നിരുന്നു. ഇത് ഈ 3 ദിവസത്തെ മേളയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ? ഞാനിതിനെ കാണുന്നത് കായിക അധ്യാപകർ അവരൊരു ആവശ്യം ഉന്നയിക്കുന്നു. അത് അവർക്ക് ഉന്നയിക്കാൻ സംഘടന എന്നുള്ള നിലയ്ക്ക് ജനാധിപത്യ അവകാശമുണ്ട്. കായിക മേഖലയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സർക്കാരാണത്. എല്ലാ പഞ്ചായത്തിലും ഇപ്പോൾ ഒരു കളിക്കളമായിട്ടുണ്ട്. ഇനി കായിക അധ്യാപകരുടെ വിഷയം ഒരു ഘട്ടത്തിൽ ഇതിൻ്റെ പ്രൊട്ടക്ഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോൾ 2 സ്കൂളുകളെ ചേർത്ത് നിലവിലുള്ള അധ്യാപകരുടെ പോസ്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മൾ ക്രമീകരണം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരാവശ്യപ്പെടുന്നത് തുടരണം, 300-1 എന്ന രീതിയിലാവണമെന്നാണ്. ഗവൺമെൻറ് ഈ കാര്യം അവരുടെ സംഘടനകളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് ചർച്ച ചെയ്ത് നയപരമായൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പൂർണ്ണ ഡീറ്റെയിൽ എൻ്റെ കയ്യിലില്ല. കായിക മേഖലയ്ക്ക് വളരെ ഗൗരവപ്പെട്ട പ്രാധാന്യം ഗവൺമെൻറ് കൊടുക്കുമ്പോൾ സ്കൂളുകളിൽ നിന്ന് അതിൻ്റെ ചെറുപ്രായത്തിൽ നിന്ന് അത് തുടങ്ങണം. അതാണ് സ്പോർട്സ് ഒളിമ്പിക്സ് എന്നുള്ള പേര് തന്നെ കൊടുത്തത്. അങ്ങനെ ഒരു പേര് കൊടുത്ത കാര്യത്തിൽ അവരുന്നയിക്കുന്ന ആവശ്യങ്ങൾ കൂടി അവരുന്നയിക്കുന്നത് മാത്രമല്ല രക്ഷിതാക്കളും ആഗ്രഹിക്കുന്നുണ്ട് കായിക അധ്യാപകരുണ്ടാവണമെന്ന്. ആ കാര്യം സർക്കാരിൻ്റെ മുമ്പിൽ അവർ ഉന്നയിച്ചതാണ്. ആ കാര്യത്തിൽ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാനും മന്ത്രിയുടെയും ഗവൺമെൻറ് ശ്രദ്ധയിലേക്ക് കാര്യങ്ങൾ പെടുത്തും. കുന്നംകുളം വടക്കാഞ്ചേരി റൂട്ടിൽ ബസ് സമരം തുടരുന്നു. ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയെ തുടർന്ന് ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ബുധനാഴ്ച ആരംഭിച്ച പണിമുടക്കാണ് ഇന്നും തുടരുന്നത്. വ്യാജ പരാതിയിലാണ് ബസ് കണ്ടക്ടർക്കെതിരെ കേസെടുത്തതെന്നാണ് ബസ് ജീവനക്കാരുടെ ആരോപണം. ബസ് പണിമുടക്കിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രികർ ബുദ്ധിമുട്ടിലായി.
അപ്രതീക്ഷിതമായി ഉണ്ടായ ബസ് സമരത്തിൽ വലഞ്ഞ എരുമപ്പെട്ടി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് തുണയായി നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന വാട്സപ്പ് കൂട്ടായ്മ. വാട്സപ്പ് കൂട്ടായ്മയിലെ പുലിക്കോട്ടിൽ ട്രാവൽസ് ഉടമ ജോയ്സൺ, തൈക്കാടൻ ട്രാവൽസ് ഉടമ ഷൈജു മെജോ എന്നിവരുടെ വാഹനങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി വിട്ടു നൽകിയത്. വടക്കാഞ്ചേരി കുന്നംകുളം റൂട്ടിലുള്ള ബസ് ജീവനക്കാരൻ യുവതിയോട് അപമര്യാദയായി പെരുമാറി എന്ന പരാതിയിൽ ബസ് കണ്ടക്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഉച്ച മുതലാണ് സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിച്ചത്. ഇതിനെ തുടർന്ന് ദൂരസ്ഥലങ്ങളിൽ നിന്നും വരുന്ന വിദ്യാർത്ഥികൾ വലിയ വില കൊടുത്ത് സ്വകാര്യ വാഹനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. ഇത് മനസ്സിലാക്കിയ എരുമപ്പെട്ടിയിലെ വാട്സപ്പ് കൂട്ടായ്മയായ നാടിനും നാട്ടാർക്കും വേണ്ടി എന്ന ഗ്രൂപ്പാണ് വിദ്യാർത്ഥികളെ വീടുകളിൽ നിന്നും സ്കൂളിലേക്ക് എത്തിക്കാൻ രംഗത്തെത്തിയത്. വാഹനങ്ങൾ സൗജന്യമായി വിട്ടു നൽകി വാഹന ഉടമകൾ മാതൃകയായിരിക്കുകയാണ്. അനീഷ് ആദൂർ, ജിനു നെല്ലുവായ് എന്നിവരുടെ നേതൃത്വത്തിൽ കുട്ടികളെ സുരക്ഷിതമായി സ്കൂളുകളിൽ എത്തിച്ചു. മറ്റം യുവധാര കൾച്ചറൽ ആൻഡ് വെൽഫെയർ സൊസൈറ്റിയും തൃശൂർ മൈൻഡ് ഷിഫ്റ്റ് കൗൺസിലിംഗ് സെന്ററുമായി സഹകരിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന ബോധവൽക്കരണ ക്ലാസ്സിന് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റുമായ സ്റ്റെനി ഡേവിസ്, നിത്യ നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. യുവധാര പ്രസിഡന്റ് PV ലിസൺ അധ്യക്ഷനായി. സെക്രട്ടറി ഗബ്രിയേൽ B കാക്കശ്ശേരി, ജൂനിയർ കോർഡിനേറ്റർ CV അരുൺ എന്നിവർ സംസാരിച്ചു. തായ്ക്കൊണ്ടോ ജില്ലാതല മത്സര വിജയ് ധനശ്രീ ലിജീഷ് ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ജില്ലാതല പ്രസംഗ മത്സരത്തിൽ 2ാം സ്ഥാനം നേടിയ ആത്മിക ലിയോൺ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദിന ക്യാമ്പ് NSSന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജരും അഞ്ഞൂർ ദിവ്യദർശൻ ഡയറക്ടറുമായ ഫാദർ ജോസഫ് താഴത്തേതിൽ രക്തദിന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം ഡോക്ടർ വിനുവിന്റെ നേതൃത്വത്തിലാണ് രക്തദാനം നടത്തിയത്. പ്രിൻസിപ്പൽ ഡോക്ടർ സജു വർഗീസ് സംസാരിച്ചു. ഈ വർഷം 18 വയസ്സ് പൂർത്തിയായ NSS വളണ്ടിയേഴ്സും സ്കൗട്ട് ഗൈഡ് കുട്ടികളും രക്തദാനം നടത്തി. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്തിൽ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി നേട്ടം 2025 എന്ന പേരിൽ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിച്ചു. വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റഷീദ് അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ പ്രബീന സത്യൻ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഖാലിദ് പനങ്ങാവിൽ, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ രഘുനാഥ് എന്നിവർ സംസാരിച്ചു. തൊഴിൽമേളയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നായി 7 തൊഴിൽ ദാതാക്കളും 140 ഉദ്യോഗാർത്ഥികളും പങ്കെടുത്തു. 104 ഉദ്യോഗാർത്ഥികളെ നേരിട്ട് തെരഞ്ഞെടുക്കുകയും 73 പേർ ഷോർട്ട് ലിസ്റ്റിൽ ഇടം പിടിക്കുകയും ചെയ്തു. കമ്മ്യൂണിറ്റി അംബാസിഡർ ശ്രുതി നന്ദി പറഞ്ഞു. ഇതോടെ ന്യൂസ് at 11:30 സമാപിക്കുന്നു. നമസ്കാരം.